കഴിഞ്ഞ കുറേ നാളായിട്ട് ഭാരതത്തിലെ ജനങ്ങളെല്ലാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘട്ടനത്തിൽ അതുണ്ടാക്കിയ ടെൻഷനിൽ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളിൽ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അതിനു മുമ്പേ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു മേഖലയാണ് ബംഗ്ലാദേശ്. അവിടുത്തെ നിലപാടും മുഹമ്മദ് യൂനസ് അധികാരത്തിൽ വന്ന പശ്ചാത്തലവും എല്ലാം നമുക്ക് നന്നായിട്ടറിയാം. അന്നുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് നമ്മളന്ന് ചർച്ച ചെയ്തതുമാണ്. അതിനിടയ്ക്ക് ഈ പാകിസ്ഥാൻ്റെ പഹൽഗാമിലെ പ്രശ്നം വന്നതിന് ശേഷം നമ്മുടെ എല്ലാം ശ്രദ്ധ അങ്ങോട്ട് പോയെങ്കിലും ദക്ഷിണേഷ്യയിൽ പ്രത്യേകിച്ച് ഭാരതത്തിന് ഒരു വെല്ലുവിളിയായിട്ട് തന്നെയാണ് ബംഗ്ലാദേശിൻ്റെ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നത്. മുഹമ്മദ് യൂനസിന് ഒരു തനി രാഷ്ട്രീയക്കാരനായി പ്രവർത്തിക്കാനുള്ള ശക്തിയോ കഴിവോ ഒന്നുമില്ല. അദ്ദേഹത്തിനെ നോമിനേറ്റ് ചെയ്തതിൽ അമേരിക്കയ്ക്കൊരു നിർണായകമായ പങ്കുണ്ട്. പട്ടാളത്തിന് അവരുടെ സമ്മതത്തിനും ഒരു പ്രാധാന്യമുണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ്റെ മേൽവഴക്കം എന്തായാലും മുഹമ്മദ് യൂനസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പക്ഷെ അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പോഴും കലുഷിതമായി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി ഈ കാണുന്ന സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ മുതലെടുക്കാമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതൊരു മതമൗലികവാദ രാഷ്ട്രീയത്തിൽ കൊണ്ടെത്തിക്കുകയും ഒരു പക്ഷേ പട്ടാളവുമായി ഒരു സന്ധിയിൽ ഏർപ്പെട്ടുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ തന്നെ മുഹമ്മദ് യൂനസ് ഇല്ലാത്ത ഒരു ഭരണത്തിനും ഒരു സാഹചര്യമില്ലേ? മുഹമ്മദ് യൂനസ് രാജിവെച്ച് പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത്രത്തോളം സമ്മർദ്ദമുണ്ട്. അല്ലെ, സാറ് പറഞ്ഞപ്പോഴാണ് ഈ ഇന്ത്യയുടെ കടുത്ത വിരോധം വെച്ച് പുലർത്തുന്നവരാണ് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമികൾ. അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അധികാരമെങ്ങാനും അവരുടെ കയ്യിൽ കിട്ടുന്ന ഒരു അവസ്ഥ വന്നാൽ അത് ഇന്ത്യക്ക് എന്നും തലവേദന ഉണ്ടാക്കുന്ന ഒരു അയൽപക്കമായി ബംഗ്ലാദേശിനെ മാറ്റിയെടുക്കുക. അതായിരിക്കും ഒരു പക്ഷേ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയും. അതെ, നിശ്ചയമായിട്ടും. അതുകൊണ്ടാണ് ഈ ചർച്ചയ്ക്ക്, ഇന്നത്തെ ചർച്ചയ്ക്കും ഇനിയുള്ള ഇത്തരം വിഷയങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യം വരുന്നത്. നമ്മുടെ അയൽപക്കത്ത് നമുക്ക് അശാന്തി ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ഭാരതവിരുദ്ധമായ നിലപാടുകൾ എടുക്കുന്ന രാജ്യങ്ങൾ ശക്തമായി നിൽക്കുമ്പോൾ നമുക്ക് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ സാമ്പത്തിക പുരോഗതിയും ബാക്കി കാര്യങ്ങൾക്കുമെല്ലാം അത് ആഘാതമുണ്ടാക്കുമോ എന്നുള്ളൊരു ഭയമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് യാതൊരു സംശയവുമില്ല, കടുത്ത ഇന്ത്യ വിരുദ്ധ സ്വഭാവക്കാരാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് യൂനസിനെ മാറ്റി അവരുടെ തന്നെ നേതൃത്വത്തിലുള്ള നേരിട്ടുള്ളൊരു ഭരണമായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ഭരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ നമ്മൾ പേടിക്കേണ്ടത് ചൈനയുടെ താല്പര്യങ്ങൾ ഇവിടെയുണ്ട്, അമേരിക്കയുടെ താല്പര്യങ്ങൾ തീർച്ചയായിട്ടും ബേ ഓഫ് ബംഗാളിലുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ സിസ്റ്റത്തിനകത്ത് ഒരു ശക്തമായൊരു പൊളിറ്റിക്കൽ സിസ്റ്റമാണെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അതൊരു മറ്റു രാജ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ചങ്ങാടം പോലെ ആയിക്കഴിഞ്ഞാൽ അത് ഒരു പുത്തൻ ശീതസമരത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും നമ്മുടെ രാജ്യത്തിന് വലിയ ഭീഷണി ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ തന്നെ ഭീഷണിയായി. അത് ഇപ്പോൾ മുഹമ്മദ് യൂനസ് വന്നത് തന്നെ നമുക്കൊരു ഭീഷണിയാണ്. ഇനി അദ്ദേഹം ഇട്ടിട്ട് പോവുകയാണെങ്കിൽ, അദ്ദേഹം പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം രാഷ്ട്രീയക്കാരൻ്റെ ഒരു മെയ്വഴക്കവുമില്ല, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നടപ്പിലാകണമെന്നില്ല. പിന്നെ വിദ്യാർത്ഥികൾ അസംതൃപ്തരാണ്, രാഷ്ട്രീയ പാർട്ടികൾ പലരും അസംതൃപ്തരാണ്. എന്തായാലും പ്രധാനപ്പെട്ട പാർട്ടിയെ ബാൻ ചെയ്ത്, അവാമി ലീഗിനെ ബാൻ ചെയ്തല്ലോ. അപ്പോൾ പിന്നുള്ള പാർട്ടികളെല്ലാം അസംതൃപ്തരാവുകയാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള രാജിവെച്ച് പോവുകയല്ലാതെ മറ്റൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പക്ഷേ ഇതൊക്കെ എന്ത് സംഭവിച്ചാലും ഈ മുഹമ്മദ് യൂനസ് ആയാലും ശരി, ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും ഒക്കെ ശരി, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രതിരോധത്തിലാണ്. നമ്മൾ കൂടുതൽ ശ്രദ്ധ വേണം, കൂടുതൽ ജാഗ്രത വേണം. കാരണം ബംഗ്ലാദേശിൻ്റെ സ്ഥാപക നേതാവിൻ്റെ മകളാണ് ഇപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നത്, ഇന്ത്യയിൽ നിൽക്കുന്നത്, അഭയം തേടി നിൽക്കുന്നത്. അവരെ തിരിച്ചവിടെ അഡ്മിറ്റ് ചെയ്യുന്നില്ല. അവർ നമ്മൾ ആശ്രയം കൊടുത്തു എന്നുള്ള നിലയിൽ നമ്മളുമായിട്ട് വിരോധത്തിൽ നിൽക്കുന്ന ഒരു രാജ്യം, അവിടുത്തെ മതമൗലികവാദവും പട്ടാളവും കൂടി ചേർന്ന് എന്ന് പറഞ്ഞാൽ മറ്റൊരു പാകിസ്ഥാൻ്റെ മറ്റൊരു പതിപ്പ് ഇക്കരയിലും വരികയാണെങ്കിൽ, കിഴക്കൻ മേഖലയിലും വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വളരെ വളരെ ജാഗ്രത പാലിക്കണം. നമുക്ക് കാത്തിരുന്ന് കാണാം അത് എങ്ങനെ അൺഫോൾഡ് ചെയ്യണു എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. അദ്ദേഹത്തിന് അധികം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം അതിനുള്ള മെയ്വഴക്കമൊന്നും അദ്ദേഹത്തിനില്ല.